ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-നെതിരായി ഇറങ്ങിയ പാട്ട് വൈറലായിരുന്നു എന്ന് മാത്രമല്ല, ആ പാട്ട് പാടുന്നവനെയും ആ പാട്ടിനെ ലൈക്ക് ചെയ്യുന്നവനെ പോലും പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഈ പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നായിരുന്നുവെങ്കിൽ അതിനുശേഷം ആ ഒരു ഹിന്ദു ഐക്യവേദി അതിനെ പൂർണ്ണമായും തള്ളുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പൊ പറയുന്നത് ആ പാട്ടിലെ ഓരോ വാക്കുകളും എടുത്തുകൊണ്ട് അത് ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ഓരോ സമുദായങ്ങളെ അല്ലെങ്കിൽ ഓരോ സമൂഹങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അതിനകത്ത് അമ്മിണി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ദളിത് സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെ പോലുള്ളവർ ഈ പറയുന്ന ശബരിമലയിൽ കയറുകയും ദളിത് സ്ത്രീകളെ മാത്രം അതിൽ വിളിച്ചു പ്രത്യേകിച്ച് പരാമർശിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ വാക്കുകൾ പിറക്കിയെടുത്തുകൊണ്ട് അതിന്റെ അർത്ഥം നോക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇതും CPM-ന്റെ കളി തന്നെയാണോ? അല്ല, നമ്മൾ നോക്കേണ്ട ഒരു വിഷയം എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ പാരഡി ഗാനങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്തി ഗാനങ്ങൾ എടുത്ത് പാരഡി ഗാനങ്ങൾ നിർമ്മിച്ച് ഭക്തർക്ക് അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടിക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഒരു യാഥാർത്ഥ്യം. അതിന് ഭക്തർക്ക് വിഷയമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ ഭക്തരെ സംബന്ധിച്ച് ആദ്യമേ പരാതി കൊടുത്തു എന്ന് നമ്മൾ കേൾക്കുന്നത് തിരുവാഭരണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ തിരുവാഭരണ സമിതിയിലെ കൃത്യമായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും കൊടുത്തിട്ടില്ല. അപ്പോൾ അയ്യപ്പന്റെ മുമ്പിലിരുന്ന സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നതിനേക്കാൾ ഏറ്റവും വലിയ മതവികാരം വ്രണപ്പെടുന്നത് ഒരു പാട്ടിലൂടെയാണോ? ഈ പാട്ടിനെ സംബന്ധിച്ച് പാട്ട് കൊള്ളേണ്ട അടുത്ത് കൊണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ആ പേരൊന്ന് മാറ്റണം, സ്വർണം കട്ടവൻ, ഉറങ്ങാൻ കഴിയുന്നില്ല. അത്രത്തോളം ആ പാട്ട് ഇവരിലെല്ലാം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ആ പാട്ടുകൊണ്ട് മാത്രം കേരള രാഷ്ട്രീയം മാറി മറിഞ്ഞൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ വന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ഒരു നഷ്ടങ്ങളുടെ കാലമായി മാറിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒറ്റ പാട്ടാണ്. അല്ല, ഈ ഒരു പാട്ട് നമ്മളൊന്ന് ആലോചിച്ചു. ഇതൊരു പക്ഷെ ഈ പറയുന്ന ഭക്തിഗാനമായിട്ട് പാടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ CPM-ന് നൊന്തത്. കാരണം ഇതിനു മുൻപും പല പാട്ടുകളും മേഡന്റെ പാട്ടൊക്കെ ഇത്തരത്തിലുള്ള പാരഡി ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതും വലിയ രീതിയിൽ വൈറലായിരുന്നു. ഭക്തിഗാനങ്ങൾക്കൊക്കെ ഇതിനു മുമ്പിട്ടും CPM ഇതേപോലെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ CPM ഇതേപോലെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം കൊള്ളും ഒരു പക്ഷെ ഇവർ ഇതിനൊരു പ്രതികരണമൊന്നും ഇല്ലാതെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഒരാഴ്ചക്കുള്ളിൽ അവസാനിക്കേണ്ടിരുന്ന സാധനമാണ്. അല്ല, ഇത് കാലങ്ങൾക്കനുസരിച്ചുള്ള ട്രെൻഡാണ്. ഈ പാട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് വായിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വായിന്ന് പോകത്തില്ല. അതാണ് ഈ പാട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു രസം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുടെ വണ്ടിയിൽ പോലും ഇത്തരത്തിലുള്ള പാട്ടിട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം എന്താണ്? ഈ പാട്ടിട്ടാ പിന്നെ ഈ പാട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു ലൂപ്പാണ് ഈ പാട്ട്. ആ ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ പാട്ട് വീണ്ടും വീണ്ടും വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറയുന്നത് ഈ ബിന്ദു അമ്മിണി മലകയറിയത് കൊണ്ടാണോ അമ്മിണിമാരെ മലകയറ്റിയെന്ന് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ കനകദുർഗ എന്ന് പറഞ്ഞ് മറ്റൊരു ബ്രാഹ്മണ സ്ത്രീ കൂടി മലകയറിയല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ദുർഗമാരെ എന്ന് പറഞ്ഞില്ല? അതായത് അമ്മിണിമാരെ എന്ന് പറഞ്ഞതാണ് കുഴപ്പം. ഒരുപക്ഷെ സ്ത്രീകളെ ഒട്ടാകെ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മിണിയെയും ദുർഗയെയും ഒരുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ലായിരുന്നോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്ത് തെറ്റെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് ഈ പാട്ടിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കണം, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും തുടച്ചു നീക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിലും ഇത്തരത്തിൽ ഓരോ പോസ്റ്റും ഇത്തരത്തിൽ ഓരോ ഈ പറയുന്നത് പോലെ കേസുകളൊക്കെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പാട്ട് ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുകയല്ലേ ചെയ്യുന്നത്. LDF-ന്റെ യഥാർത്ഥ സ്വഭാവ ഗുണം ജനങ്ങൾ ഓരോ തവണയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ പോലീസ് എസ്കോർട്ടോടുകൂടി മല കയറാൻ പോയത് ആരാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. അല്ല, അത് നമുക്ക് പറയണം. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ആ ഒരു വിധിയെ മാനിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അതിനെ അനുകൂലിച്ചത് എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. അല്ല, സർക്കാരിനൊരു നിലപാടെടുക്കാൻ കഴിയും ഏതൊരു വിഷയത്തിലാണെങ്കിലും. ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കയറാത്തത്? സർക്കാരിന് കൃത്യമായിട്ട് നിലപാടെടുക്കാനും സർക്കാരിന് ഒരാൾ വരികയാണെങ്കിൽ അത് വിശ്വാസികളുടെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൽ, അന്ന് ഭക്തജനങ്ങളെ തല്ലിവിട്ടൊരു സർക്കാർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. മല കയറ്റിയത് ഓക്കെ ശരി, സർക്കാർ പറഞ്ഞിട്ടാണ്. പക്ഷേ അവിടെ ഭക്തജനങ്ങളെ അടിച്ചു വിട്ടതും, അതായത് അയ്യപ്പന്മാരെ തല്ലി ഓടിച്ചു വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. പോലീസ് മാർച്ചൊക്കെ നമ്മൾ കാണുന്നില്ല. അതായത് സെക്രട്ടേറിയറ്റ് മാർച്ചിനൊക്കെ പോകുമ്പോൾ രാഷ്ട്രീയക്കാരെയൊക്കെ തല്ലി തകർത്ത് വിടുന്നൊരു കാഴ്ചയില്ലേ? അതിനപ്പുറത്തേക്ക് അവിടേക്ക് വന്നിട്ട് ഭക്തജനങ്ങളെ തല്ലിവിടുന്നതും അവർ വെച്ചിട്ടുള്ള വണ്ടികൾ വാഹനങ്ങൾ തല്ലി തകർക്കുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറാത്തൊരു മുഖം എന്ന് പറയുന്നത് സുധാകരൻ്റെ ഒരു മുഖമാണ്. സുധാകരൻ കാറിനകത്ത് ഇറങ്ങി വന്നിട്ട് ആർക്കാണ് അടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാ എന്നെ അടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചും പിരിച്ച് പോലീസുകാരുടെ മുന്നിൽ നിൽക്കുന്ന, പോലീസുകാരോട് ചോദ്യം ചോദിക്കുന്ന, പോലീസുകാരോട് തർക്കിക്കുന്ന ഈ പാവം പിടിച്ച ഭക്തജനങ്ങളെയാണോ നിങ്ങൾ അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ സുധാകരന്റെ മുഖമാണ് എനിക്ക് ഇപ്പോഴും ശബരിമല വിഷയത്തിൽ ഓർത്ത് വെക്കാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. സുധാകരനെ പോലൊരു നേതാവ് വന്നിട്ട് എന്നാ നീ എന്നെ അടിയടാ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം.
അവിടെ ഭക്തജനങ്ങളെ തല്ലി ഓടിച്ചു വിടുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇവിടുത്തെ സർക്കാരായിരുന്നു. ഇപ്പോൾ ഈ ഒരു പാട്ടിന്റെ പേരിലാണ് പറയുന്നതെങ്കിൽ ഇതിനു മുമ്പിട്ടും CPM ഭാഗത്ത് നിന്ന് CPM കലാ സാംസ്കാരിക വേദികളൊക്കെ ഉണ്ടല്ലോ. ഇവർ നടത്തുന്ന നാടകങ്ങളാണെങ്കിലും ഇവരെ സംബന്ധിച്ച് പറയുന്ന പേരെന്താണ്? പുരോഗമന പ്രസ്ഥാനം. ഇവരിപ്പോഴും പുരോഗമിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട പേര് മാത്രം പുരോഗമിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ബുദ്ധിയാണെങ്കിലും അവരുടെ സാംസ്കാരിക വീക്ഷണങ്ങളാണെങ്കിലും ഇപ്പോഴും വികസിക്കുന്നില്ല എന്നാണ് എൻ്റെ വേറൊരു അർത്ഥം. ശബരിമലയിലെ സ്വർണം ആരാണ് കട്ടത്? CPM ഭരണസമിതി ഇരിക്കുന്ന സമയത്താണ് കട്ടതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരൊക്കെയാണ്? നമ്മുടെ വാസുവും പത്മകുമാറും. ഈ വാസുവിനെയും പത്മകുമാറിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതില്ല. എന്നാൽ വാസുവിനെയും പത്മകുമാറിനെയും പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കൂ, എന്നിട്ട് പറ ഇതിൽ ഞങ്ങളുടെ കൈക്ക് ഒരു പങ്കുമില്ല എന്ന് വിളിച്ചു പറ. അവരെ പാർട്ടിയിൽ നിർത്തിക്കൊണ്ട്, അവരെ പാർട്ടി മെമ്പർമാരാക്കിക്കൊണ്ട്, പാർട്ടിയിലെ സജീവ ആളുകളാക്കിക്കൊണ്ട് പറയുകയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരു ബന്ധവുമില്ല, അവർ പാർട്ടിക്കാരായി പോയത് ഞങ്ങളുടെ കുറ്റമല്ല. അങ്ങനെയെങ്കിൽ UDF എടുത്ത നിലപാട് പോലെ തന്നെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം CPM കാണിക്കണമായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന ശബരിമല സീസണിൽ അയ്യപ്പന് ഒരു സ്വസ്ഥതയും കിട്ടാത്ത രീതിയിലായി CPM ആരെയാണ് പേടിക്കുന്നത്? ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം എടുക്കുക, അല്ലെങ്കിൽ ഒരു നിലപാടിലേക്ക് പോകുക. ശബരിമല വിഷയമായിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോയില്ലേ? അപ്പൊ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം ജനങ്ങളോട് പറയുക ഞങ്ങൾ ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ CPM എന്താണ് വിചാരിക്കുന്നത്? CPM കുറ്റം ചെയ്തത് എന്നുള്ളൊരു രീതിയിലേക്ക് CPM എത്തത്തില്ലേ? CPM അത് സമ്മതിച്ചു കൊടുക്കണ്ടേ? സമ്മതിക്കാൻ CPM വയ്യ. CPM കാലഘട്ടത്തിലാണ് ഇത് നടന്നത് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരായിരിക്കും ഈ വാസുവും പത്മകുമാറും എല്ലാം. കേരള മനസാക്ഷി പണ്ട് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാരെ വെച്ചുകൊണ്ട് ഒരു പാട്ടിന്റെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല.